ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോസ് പറയുമ്പോൾ ഒരു വെറൈറ്റി വീഡിയോസാണ് ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഞാനിപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രാവിലെ നിൽക്കുക, ഡ്യൂട്ടി പോവുക, ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വരിക, പിന്നെ അതേപോലെ പാർട്ട് ടൈം സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്നാമത് സമയം കിട്ടുന്നില്ല വീഡിയോസ് എടുക്കാനായിട്ട്. കുറേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച ഒരു വീക്കിൽ നിന്ന് ലെവലായി ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ്. അന്ന് ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസാണ് ഇട്ടത്, പിന്നെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ട്രിപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചിലവ് വന്നത് 5 രൂപ കേട്ടോ. ടോട്ടൽ നമുക്ക് ചിലവ് വന്നത് എനിക്ക് വന്നത്. അപ്പോൾ നമുക്ക് എണ്ണ പൈസ വന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 5 രൂപ ഉണ്ടല്ലോ. ഒരാൾ 1000 രൂപ വെച്ചിട്ട് അടുത്ത് ഉണ്ടായത് എണ്ണ പൈസ. ഒരാൾ 5 രൂപയുടെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ, ഞാനിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഒരു 5 വർഷത്തെ ആ ലെവലായിരിക്കുന്നത്. അത്രയും വർഷമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഫുഡ് ഉണ്ടാവും. പക്ഷേ നാട്ടിൽ ഈ മലപ്പുറം നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫുഡ് ഇപ്പോൾ ഇടുന്ന പറഞ്ഞാൽ പട്ടാമ്പി, പിന്നെ പാണ്ടിക്കാട്, നിലമ്പൂർ, വണ്ടൂർ ആ ഭാഗമൊക്കെ മെയിനായി കിട്ടുന്ന ഫുഡാണ് ഈ പീസും ചോറും. എല്ലാവർക്കും അറിയാം, അവിടുത്തെ ടീമുകൾക്ക് അറിയാം ഈ പീസും ചോറും എന്താണെന്ന്. ഇവിടെ എന്താണ് പേര് പറയുകയില്ല, നെയ്ച്ചോറും ചിക്കൻ പീസുമാണ് നമ്മളെ നാട്ടിൽ പറയുക. അതിനാണ് പീസിന് ചോറ് പറയാട്ടോ. രണ്ട് വാക്കുണ്ടായതുകൊണ്ട് മനസ്സിലാവില്ലല്ലോ, അതിനെ ഞാൻ 2 വാക്കിലും പറഞ്ഞു. ഞാൻ നെയ്ച്ചോറും ചിക്കൻ പീസും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ അവിടെ എല്ലാം ജിമ്മിന് പോയി കഴിഞ്ഞാലും പന്തളിക്കാൻ പോയി കഴിഞ്ഞാലും എല്ലാവരും കഴിക്കുന്ന ഫുഡാണ് അത്. നൈറ്റ് വീട്ടിൽ പോകുമ്പോൾ ഒക്കെ എല്ലാവരും അവിടുത്തെ ഏതെങ്കിലും തട്ടുകടയിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ഏത് തട്ടുകടയിലും കിട്ടും പീസും ചോറും. അപ്പോൾ എത്ര 80 രൂപയോ 90 രൂപ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വില. ഞാൻ കഴിക്കുമ്പോൾ 70 രൂപയ്ക്കാണ്. ഇപ്പോൾ 90 ലെവലായിട്ടുണ്ടാവും കേട്ടോ. പാണ്ടികടൊക്കെ 90 രൂപയാണ് തോന്നുന്നു എനിക്ക്. അപ്പോൾ അൺലിമിറ്റഡായിട്ട് റൈസ് ഉണ്ടാവും. നമുക്ക് എത്രയും കഴിക്കാം റൈസ്. ഷോപ്പിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് എത്രയും കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ നമ്മളെ ഫുഡിൻ്റെ കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴെപ്പോഴും കഴിക്കണതാണ് അവിടെ നല്ല ടൈമിലൊക്കെ. പന്തളിക്കാൻ പോയി കഴിഞ്ഞാലൊക്കെ കഴിക്കും. പക്ഷേ ആ ഫുഡ് നമുക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു, നമുക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ തന്നെ. അപ്പോൾ എറണാകുളത്ത് അങ്ങനത്തെ ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ അത്യാവശ്യം വലിയ റിച്ച് ഭാഗമായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ച ഫുഡ് കിട്ടില്ല. അപ്പോൾ എന്താ മന്തിയോ ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് അങ്ങനത്തെ സംഭവം നമ്മൾ കഴിക്കില്ല. ഷവായൊക്കെ കഴിക്കില്ല. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ദിവസം പൊട്ട് 500 അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് 300 200 നമുക്ക് പൊട്ടുണ്ട്. മിനിമം ഒരു ദിവസം നമുക്ക് 200 രൂപ പൊട്ടും നമുക്ക് ഒരു ദിവസം നൈറ്റ് ഫുഡ് കഴിക്കാൻ തന്നെ. അപ്പം ഇന്ന് ഞാനിപ്പോൾ നമുക്ക് കളമശ്ശേരി ഭാഗത്തേക്ക് നമുക്ക് വിസിറ്റ് എപ്പോഴും കിട്ടലുണ്ട് ഹോം കെയറിൻ്റെ. അപ്പോൾ പകല് നമുക്ക് വരില്ല, പക്ഷെ നൈറ്റ് നമ്മളങ്ങനെ വരില്ല. ഇപ്പോൾ ഒരു വിസിറ്റ് നമുക്കൊരു ഒരാഴ്ചത്തേക്ക് ഒരു വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കളമശ്ശേരി നൈറ്റ്. ഒരു ഇഞ്ചക്ഷൻ കുത്താനാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഞാൻ ആ വൈക്ക് വരുമ്പോൾ ആ ഷോപ്പ് കണ്ട് നമ്മളെ ഫുഡ് വെച്ചാൽ ഈ പീസും ചോറും വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ പീസും പറഞ്ഞ ഒരു ഷോപ്പ് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിച്ചില്ല ഞാൻ. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ ചവിട്ടണമെന്നൊരു വാശിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും അവിടെ ചവിട്ടി ഫുഡിൻ്റെ വില ചോദിച്ചു. 100 രൂപയാണ് ഫുഡിൻ്റെ വില. അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ റൈസ് നമുക്ക് എത്രയും കിട്ടും. കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോവുക 100 രൂപയിൽ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ഒരു ആവറേജ് റൈസ് നമുക്ക് എന്തായാലും നമുക്ക് കഴിക്കാനുണ്ടാവും. ഒരാളും 2 പേര് കഴിക്കാനുള്ള റൈസ് എന്തായാലും നമുക്ക് തരും. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തോന്നുന്ന റൈസ് ഇട്ട് തരും നമുക്ക്. ഞാനിപ്പോൾ അങ്ങനെ വില ചോദിച്ചു ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ വില ചോദിച്ചു പോയിട്ട് ഇതിൽ വണ്ടിമേ നമ്മളെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരിക്കലും വേണ്ട പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇരുന്ന് കഴിക്കാനും പറ്റില്ല അവിടെ. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയതായിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഇരുന്ന് കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു രുചി എന്താ മനസ്സിലാവുള്ളൂ നമുക്ക്. ഇവിടെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഫുഡ് കഴിച്ചാൽ രുചിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ കൊണ്ടാക്കി തിരിച്ച് എൻ്റെ കാറായി വന്ന് ഫുഡ് കഴിച്ചു. അന്യായം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ഞാൻ മലപ്പുറം ടീം ആയതുകൊണ്ടാണ് എനിക്ക് ആ ഫുഡ് ഭയങ്കര ഇഷ്ടമായത്. ശരി, അവിടെയാണ് ഈ ഫുഡ് മെയിനായി കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, ഈ മലപ്പുറം ഭാഗത്താണ് ഇങ്ങനത്തെ ഫുഡ് കിട്ടുക. നെയ്ച്ചോറും ചിക്കൻ പീസും കിട്ടല്. ഇവിടെ അങ്ങനെ കിട്ടല് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആ ടീമുകൾ ഫുള്ളും വന്നാൽ ആ കടേൻ്റെ ഓണറും ആ കടയിൽ വർക്ക് ചെയ്യുന്ന ടീമുകളൊക്കെ പെരുന്തൽമണ്ണ, പട്ടാമ്പി, ഇവിടെ എന്താ പറയുക നമ്മളെ കാളികാവ് ആ ടീമുകളെ മൊത്തം അവിടെ വർക്ക് ചെയ്യുന്ന ചെക്കന്മാരൊക്കെ ആ ഭാഗത്തെ ടീമുകളാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ വീട് മലപ്പുറത്താണ് ചോദിച്ചു. അതേ ആയിരുന്നു, ഓണറിൻ്റെ വീട് മലപ്പുറത്താണ്.
അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അത് ചോദിച്ചാൽ മലപ്പുറം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടോ. അപ്പോൾ ഒരിക്കൽ പരിചയപ്പെട്ട് ഫോൺ നമ്പർ തന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാട്ടോ പറഞ്ഞു. ശരിയാണ്, നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ ഫുഡും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫുഡൊക്കെ കഴിച്ച് പോയി. പിറ്റേ ദിവസം ഞാൻ വന്ന് ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക്, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഞാൻ 3-4 പേർക്ക് ഞാൻ അവിടെ നിന്ന് വാങ്ങി ഫുഡ്. എല്ലാവർക്കും ഇഷ്ടമായി ഫുഡ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ നമ്മളെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 200, 300, 250 രൂപ ഒരാൾക്കെന്നെ പൊട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോയത് തന്നെ. പിന്നെ അങ്ങനെ വല്ലാതെ അൺലിമിറ്റഡായിട്ട് നമുക്ക് റൈസ് കിട്ടില്ല. നമ്മൾ ചോദിച്ചു വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് 80 രൂപ, ഇപ്പോൾ 40 രൂപ 30 രൂപ റൈസിൻ്റെ പൈസ വാങ്ങും ചെയ്യും. ഇവിടേക്ക് അങ്ങനെയാണ് ഞാൻ പോയിടത്തൊക്കെ ഉണ്ടായത്. ശരി, ഇവിടെ ആണെങ്കിൽ നമുക്ക് എത്രയും റൈസ് കഴിക്കാം. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് മെയിനായിട്ട് കളമശ്ശേരി ഭാഗത്താണ്. ഞാൻ ഷോപ്പ് ഞാൻ കാണിച്ചത്. പിന്നെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഈ ഷോപ്പ് കാണിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ലൊക്കേഷൻ ഇടാം. പിന്നെ ആ കടൻ്റെ ഓണർ നമ്പറും ഞാൻ ഇതിൽ വീഡിയോസിൽ കൊടുക്കും ചെയ്യാം. അന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കളമശ്ശേരി ഭാഗത്തൊക്കെ ചുറ്റുഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫുഡ് എടുത്ത് വയ്ക്കും. അവിടെ പോയാൽ മതി. ലൊക്കേഷൻ എന്തായാലും വീഡിയോയിൽ ഞാൻ കൊടുക്കും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇരുന്ന് കഴിച്ചോ പോയിട്ട്, അങ്ങനെയും കുഴപ്പമില്ല. ആവശ്യമായിട്ട് നിങ്ങൾക്ക് റൈസ് അധികം കിട്ടും ചെയ്യും. വായ നിറച്ച് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് പോടും ചെയ്യാം. 100 രൂപയിലിട്ട് വരും. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയാണ് പറയാൻ വന്നത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ വീഡിയോസ് എടുക്കണം വിചാരിക്കുന്നത്, പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ടൈം കിട്ടിയതുകൊണ്ട് നല്ല ഹോട്ടൽ കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ വീഡിയോസ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വിസിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് വീഡിയോസ് ഞാൻ എന്തായാലും ഇന്ന് വാങ്ങുന്നുണ്ട് ഫുഡ്. പാഴ്സൽ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. റൂമിൽ നിന്ന് എന്തായാലും കഴിക്കാൻ പോകുന്നുണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ പോകുമ്പോൾ എന്തായാലും അവിടുത്തെ ചിക്കൻ പൊരിക്കുന്നതും റൈസും അടക്കം ഞാൻ കാണിച്ചു തരാം. അവിടെ വൈകിട്ട് ഒരു 4 മണിക്കോ 3 മണിക്കോ സ്റ്റാർട്ടിങ് തുടങ്ങും. അവിടെ ചൂടോടെ നമുക്ക് കിട്ടുക റൈസ്. അപ്പം പൊട്ടിക്കുന്നത് വെച്ചാൽ ഒരു ചെമ്പ് കഴിഞ്ഞ് അടുത്ത ചെമ്പ് വരും. ദമ്മ് നമ്മളെ മുന്നിൽ നിന്ന് പൊട്ടിക്കണവർ ഒരു മറച്ച് വെച്ചിട്ട് പൊട്ടിക്കൊന്നുമല്ല, ഒരു നമ്മളെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിച്ച് നമുക്ക് തന്നെ ആ റൈസ്, ചൂടുള്ള റൈസ് നമുക്ക് തന്നെ തരും. പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമുക്ക് കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ ഇതൊന്നുമില്ല. പക്ഷെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി അവിടുത്തെ ഫുഡ്. മാക്സിമം ഇരുന്ന് കഴിക്കാൻ നോക്കുക. നമ്മുടെ എന്തായാലും കൊടുക്കുക. എന്തായാലും ലൊക്കേഷൻ കാണിച്ചു തരാം, എവിടെയാണ് മെയിനായിട്ട് ലൊക്കേഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാം. ഓക്കെ, അതുവരെ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിക്ക് വഴിയുണ്ട്. ആ ലെഫ്റ്റിക്ക് വഴി എടുത്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ ആ ഷോപ്പ് കാണാം ഗൈസ്. കണ്ടോ, ഇവയ്ക്ക് ഒരുപാട് ഷോപ്പ് ഉണ്ട്. എന്നാലും കാണിച്ച ഷോപ്പ് ഏതാണ് ഈ ഇപ്പോൾ കാണട്ടോ. ഈ ഷോപ്പാണിട്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഉണ്ടോ, ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാം. ലൈവായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഫുഡ് കിട്ടും. വലിയ പീസാണ് കിടക്കുന്നത്. ഉണ്ടോ, അത് റൈസ് നമ്മൾ അവിടെ പൊടിച്ച് നമുക്ക് അവിടെ തന്നെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഫുഡ് നമുക്ക് എടുത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി. ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ വാങ്ങിയതാണ്. ഞാനിപ്പോൾ നമ്മളെ കാർപ്പൂൾ പറയുമ്പോൾ റൂമുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാം. ഇപ്പോൾ കാണിച്ചതാ നല്ല ചിക്കൻ പീസും പിന്നെ അതേമാതിരി നല്ല റൈസും കാണിച്ചത് കേട്ടോ. നമുക്ക് ഗൈസ് ഉണ്ടാകുന്നത് വലിയ പീസ് കിട്ടും നമുക്ക്. എന്താ നല്ല മുരിഞ്ഞ പീസ്. ആവശ്യമായിട്ട് റൈസ് നമുക്ക് ഉണ്ടാവും. ഉണ്ടോ, അതിനായിട്ട് സലാഡുണ്ടാവും. പിന്നെ അതേമാതിരി ചിക്കൻ കറി വെച്ചാൽ ഒരു ഗ്രേവി ഉണ്ടാവും നമുക്ക് ചോറിന് ഒഴിക്കാനായിട്ട്. ഇതാണ് ഫുഡ് ഗൈസ്. നമ്മുടെ നാട്ടിൽ മെയിൻ കിട്ടുന്ന ഫുഡാണത്. വെച്ചാൽ ചിക്കൻ പീസും നെയ്ച്ചോറും നമ്മുടെ നാട്ടിൽ മെയിൻ കിട്ടുന്ന സ്ഥലം. മെയിനായി അവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഫുഡ് കിട്ടുക. പക്ഷെ ഇവിടെ കിട്ടുന്ന കേസ് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു ഫുഡ്. കഴിച്ചോട്ടെ, പുള്ളി ഫുഡ് ഞാൻ കഴിക്കാൻ. ഇപ്പം ഇന്നലെ ഞാൻ വാങ്ങി കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ രസമുണ്ട്, കുഴപ്പമില്ല. ഞാൻ ലൊക്കേഷൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. നമ്പറും ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വിട്ടയച്ചോ. ഇപ്പോൾ കുറേ പൈസ ചിലവാക്കാൻ മടിയാണെങ്കിലും അവിടെ നിന്ന് കഴിക്കായിട്ട് നല്ലത്. 100 രൂപ നമുക്ക് നിസ്സാര പൈസ ഉള്ളൂ.
ഇപ്പോൾ ചായയും ഒരു കടിയും കഴിച്ചാൽ തന്നെ 100 രൂപയായി. ഇപ്പോൾ സാധാ ഫുഡ് ഇപ്പോൾ പുറത്തുനിന്ന് കഴിച്ചാൽ തന്നെ 200 രൂപയായി. ഒന്ന് ഇങ്ങനെയൊക്കെ 100 രൂപയ്ക്ക് ആവശ്യമായ ഫുഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ. ഒരു നേരത്തെ ഫുഡിങ് നമ്മളെന്താ വൃത്തി കഴിക്കണ്ടേ? അത് ഞാൻ പഠിച്ചട്ടോ. ഒരു നേരത്തെ ഫുഡിങ് നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം. ഞാൻ അങ്ങനെ പഠിച്ചാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് ഞാൻ സുമാറ്റോ സ്വിഗ്ഗി ഓടുന്നത് ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോസ് എടുക്കാൻ കാരണം ഇവിടെ ശമ്പളം കമ്മിയായ ടീമുകളും പിന്നെ അതേമാതിരി ഫുഡ് കഴിക്കാൻ പൈസ ഇടാണ്ട് നടക്കുന്ന ടീം ഒരുപാട് പേരുണ്ട്. കുറച്ച് പൈസ ആയിട്ട് 100-50 രൂപ ആയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ നമ്മളെ എറണാകുളത്ത് തന്നെ. ഞാൻ ഓർക്ക് എടുക്കുന്ന വീഡിയോസ് മെയിൻ ഓർക്ക് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഈ വീഡിയോസിന് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത്. ബാക്കിയുള്ള ടീമുകൾ നോക്കുന്നില്ല. പൈസ ടീം എന്തായി പുറത്തല്ലല്ലോ, വലിയ വലിയ ഷോപ്പിൽ തന്നെ ഫുഡ് കഴിക്കുള്ളൂ. ഓരെ നോക്കുന്നില്ല. ഈ പാവപ്പെട്ട ടീം ഉണ്ടാവുമല്ലോ, ഈ പുറത്തുനിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ടീം ഉണ്ടാവുമല്ലോ വെച്ചാൽ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പിന്നെ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ടീമുണ്ടാവുമല്ലോ. ഓരോക്കെ എന്നാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് പൈസ പൊട്ടിക്കാൻ മടിയാവും. ഒരു മടിയില്ല ഉണ്ടാവില്ല. അപ്പോൾ ഓരിങ്ങനെ ഫുഡിന് അളിഞ്ഞതൊക്കെ ഉണ്ടാവും. റേറ്റ് കമ്മി ഫുഡ് അവിടെ നിന്ന് കിട്ടുക അങ്ങനെ ലെവലിൽ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഓരിക്കുള്ള വീഡിയോസ് ഞാൻ മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഫുഡിൻ്റെ വീഡിയോസ്. 100 രൂപയ്ക്ക് നമുക്ക് കിട്ടുക പറയുമ്പോൾ തന്നെ ഏറ്റവും ലക്കാണ്, നമുക്ക് ഏറ്റവും മെച്ചം. നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് എറണാകുളത്ത് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, എന്നാലും എൻ്റെ അറിവിൽ നമുക്ക് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. എങ്ങനെ കളിച്ചാൽ 150-200 രൂപയുടെ അടുത്ത് നൈറ്റ് ഫുഡ് തന്നെ വരും. രാത്രി ഫുഡ് കഴിക്കാൻ പോയി തന്നെ വരും നമുക്ക് എമൗണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം റൈസ് അധികം ഉണ്ട്, വലിയ പീസ് ഉണ്ട്, അതിൻ്റെ കറി ഉണ്ടാവും, പിന്നെ അതിൻ്റെ സബോറയും സുർക്കമട്ട ഉണ്ടാവും. നമുക്കെല്ലാം ആവശ്യമായി ഫുഡ് കഴിക്കാം. അപ്പോൾ ഒരിക്കലും വേണ്ടി ഞാൻ വീഡിയോസ് എടുക്കും ഞാൻ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ ടീമാണ് ഉണ്ടാവുമല്ലോ, ഓർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ ഈ ഹോട്ടലിൽ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ ബായ്. ഇനി വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇതേമാതിരി ഇനിയും ഉണ്ടാവും നടന്ന ഷോപ്പുകൾ. ആർക്കും അറിയില്ലല്ലോ, ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ വിസിറ്റിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഹോട്ടലിൽ കാണണം. അതാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്ന വീഡിയോസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.